ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹെയർ കെയർ കാര്യങ്ങളൊക്കെ ചെയ്ത് ചിലപ്പോൾ നമ്മൾ വിചാരിച്ച റിസൾട്ട് കിട്ടുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ അത് നിൽക്കുന്നില്ലെങ്കിൽ നമ്മൾ ലാസ്റ്റ് പോകുന്ന ഒരു പരിപാടിയാണ് ഒന്നെങ്കിൽ ഹെയർ സ്ട്രെയിറ്റനിങ്, അല്ലെങ്കിൽ ഹെയർ സ്മൂത്തനിങ് വരും, അല്ലെങ്കിൽ കെരാറ്റിൻ, അല്ലെങ്കിൽ സ്പാ. ഈ ഒരു 4 കാര്യത്തിലേക്കാണ് പൊതുവെ തിരിയുക. ഇതിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പൊതുവെ വരുന്ന ഒരു പ്രശ്നമാണ് ഹെയർ ഫോൾ. ഹെയർ ഫോൾ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അറിയാം എത്ര ലെവലിലേക്ക് പോകും എന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല. പക്ഷേ ചെയ്ത ആൾക്കാർക്ക് അത്യാവശ്യം മനസ്സിലായിട്ടുണ്ടാവും എത്ര ലെവലിലേക്ക് ഈ ഹെയർ ഫോൾ പോയിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കെരാറ്റിൻ അല്ലെങ്കിൽ അത് സ്പാ ചെയ്താൽ, നമ്മൾ സ്ട്രെയിറ്റനിങ് ചെയ്താൽ, സ്മൂത്തനിങ് ചെയ്താൽ നിങ്ങൾക്ക് ഹെയർ ഫോളിന്റെ ഒരു ലെവൽ നിങ്ങൾക്ക് ഞങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ നമ്മളെ കമന്റ് ബോക്സിൽ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഈ ഒരു ട്രീറ്റ്മെന്റ് കഴിഞ്ഞ ഹെയറിന് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക, ട്രീറ്റ്മെന്റ് കഴിഞ്ഞ ശേഷം നല്ല രീതിയിൽ ഹെയർ ഫോൾ വരുന്നുണ്ടല്ലേ. ഇത് ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഞാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ഒരു ഹെയർ സ്ട്രെയിറ്റനിങ് ഒക്കെ കഴിഞ്ഞ ആളാണ് ഞാനൊരു 3 ഇയർ ബാക്ക് ആണ് ഞാൻ സ്ട്രെയിറ്റനിങ് ചെയ്തത്. അതിനുശേഷം ഞാൻ പിന്നെ സ്ട്രെയിറ്റനിങ്ങിന്റെ ഭാഗത്തേക്ക് പോയിട്ടില്ല. അപ്പം എന്റെ ഒരു കാര്യത്തിൽ സ്ട്രെയിറ്റനിങ് സ്പാ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ അതിന്റെ ഒപ്പം തന്നെ ഞാൻ കുറച്ച് എന്റെ ഫ്രണ്ട്സിനോടും റിലേറ്റീവ്സിനോടും ഒക്കെ ചോദിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ, അതായത് സ്മൂത്തനിങ്ങിന്റെ കാര്യം ഞാൻ അങ്ങനെ ചോദിച്ചതാണ്. അതുപോലെ തന്നെ കെരാറ്റിൻ ട്രീറ്റ്മെന്റിന്റെ കാര്യം അപ്പൊ ചോദിച്ചു പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുള്ള ആളുകൾ എന്തായാലും ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിന്റെ മുന്നേ ഇതൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പൊ നമ്മൾ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്പാ ട്രീറ്റ്മെന്റ്, അതുപോലെ തന്നെ കെരാറ്റിൻ, സ്മൂത്തനിങ്, സ്ട്രെയിറ്റനിങ് എന്താണെന്നുള്ളത് പറയുന്നുണ്ട്. അതായത് നമ്മൾ പറയാൻ പോണേ എത്ര കാലം നിങ്ങൾക്ക് ഇത് ഡ്യൂറേഷൻ കിട്ടും, അതായത് എത്ര കാലം നമുക്ക് അത് ലാസ്റ്റ് ചെയ്യും, ഹെയർ ലാസ്റ്റ് ചെയ്യുന്നുള്ളത് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ 2 വശങ്ങൾ ഉണ്ടാവുമല്ലോ. നമ്മൾ നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെയുള്ള ഒരു വശം ഉണ്ടാവില്ല, എല്ലാത്തിനും 2 വശം ഉണ്ട്. അതേപോലെ തന്നെ ഈ കാര്യങ്ങൾക്കുള്ള കുറച്ച് നല്ല വശങ്ങളും ചീത്ത വശങ്ങളും പറഞ്ഞിരുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു ഹെയർ ഫോൾ എത്ര ലെവൽ വരെ നിങ്ങൾക്ക് പോകുന്നുള്ളതും പറഞ്ഞിരുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ഓരോന്നിനും എത്ര ഹെയർ ഫോളിന്റെ ഒരു ലെവൽ ഉണ്ടാവും. ലെവൽ എന്ന് പറയുമ്പോൾ ഞാൻ മെഷർ ചെയ്തിട്ട് പറയല്ല, ഏതൊക്കെ രീതിയിൽ ഹെയർ ഫോൾ വരും എന്നുള്ളത് പറഞ്ഞിരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇത് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇങ്ങനത്തെ ട്രീറ്റ്മെന്റ്, കെമിക്കൽ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് പഴയ മുടിയിലേക്ക് മാറാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളോട് ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ചും കൂടി ഇതിന് നമ്മളൊരു ഹെയറിന്, അതായത് ഒരു കേളി ഫ്രിസി ഡ്രൈ ആയിട്ടുള്ള ഹെയറിന് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഏതാണെന്നും കൂടി ഞാൻ ലാസ്റ്റിലേക്ക് ഷെയർ ചെയ്തരാം. അത് എന്റെ ഒരു ഒപ്പീനിയൻ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. എല്ലാവർക്കും ചിലപ്പോൾ അത് ആവണമെന്നില്ല. ഞാൻ സ്ട്രെയിറ്റനിങ്ങും അതുപോലെ തന്നെ സ്പായും ചെയ്ത ആളാണ്. അപ്പം എനിക്ക് അതിൽ വെച്ചിട്ട് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള കാര്യം പറയാം. ബാക്കി കാര്യത്തിന് ഞാൻ പറയാൻ പോണെന്ന് വെച്ചാൽ എന്റെ കസിൻസും ഫ്രണ്ട്സ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർ ഏകദേശം അവർ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത്, ചെയ്ത ആൾക്കാർ പറഞ്ഞതല്ലേ നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. അപ്പം അത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇത്രയും കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. അതിന്റെ മുന്നേ നമ്മൾ ചാനലിലേക്ക് എല്ലാ പുതിയ മെമ്പേഴ്സിനും ഹാപ്പി ടു വെൽക്കം ഫാമിലി. ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക. അതുപോലെ തന്നെ എനിക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫസ്റ്റ് പറയാൻ പോണേ ഇതൊക്കെ എങ്ങനെ ചെയ്യുന്നത് പറഞ്ഞുതരാം. നമ്മളിപ്പോ ഒരു സലൂണിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നോർമൽ ഹെയർ, ഭയങ്കര കേളി അല്ലെങ്കിൽ ഫ്രിസി ആയിട്ടുള്ള ഹെയർ അവരെന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ നോർമലായി നമുക്കൊരു ബോണ്ട് ഉണ്ട് ഹെയറിന്. ഓരോ ഇഴക്കും ഒരു കേളി ആണെങ്കിൽ അതേപോലെ ഇരിക്കില്ല. നിങ്ങൾ അതൊരു സ്ട്രെയിറ്റനിങ്ങോ സ്മൂത്തനിങ്ങോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങ് മാറും. അപ്പൊ നോർമൽ ഉള്ള ഒരു ബോണ്ട് അവരത് മാറ്റി ഒരു പുതിയൊരു ബോണ്ട് അവിടേക്ക് ആഡ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് നമ്മൾ ഈ സ്ട്രെയിറ്റനിങ് ആണെങ്കിലും സ്മൂത്തനിങ് ആണെങ്കിലും. അതിൽ ചെറിയ ചെറിയ വേരിയേഷൻസ് വരുന്നത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ, അതായത് സ്ട്രെയിറ്റനിങ് വരുമ്പോൾ ഭയങ്കര സ്ട്രെയിറ്റ് ആയിട്ട് നോക്കും. അതുപോലെ സ്മൂത്തനിങ് ആകുമ്പോൾ അത്ര ഒരു കറക്റ്റ് സ്ട്രെയിറ്റനിങ് ആയിരിക്കില്ല വരിക. അതിൽ കുറച്ച് ചേഞ്ച് ഉണ്ടാവും. എന്ന് വെച്ചാൽ അവർ ഉപയോഗിക്കുന്ന ക്രീമും അതുപോലെ തന്നെ അവർ കൊടുക്കുന്ന ഹീറ്റിന്റെ ആ ഒരു ലെവൽ അനുസരിച്ചിട്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അപ്പൊ നമ്മളൊരു സലൂണിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഒരു പ്രൊഡക്റ്റ്, അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കുറെ പ്രൊഡക്റ്റ് ഉണ്ടാവും, കുറെ ബ്രാൻഡിന്റെ ഉണ്ടാവും. ഇപ്പൊ ഞാൻ നോർമലി ലോറിയൽ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, നമ്മൾ ഒരു പ്രാവശ്യം ചെയ്ത ആളുകളാണെങ്കിൽ നമ്മളവിടെ പോയിട്ട് പറയാം ലോറിയലിന്റെ മതി, അതിന്റെ റിസൾട്ട് വെച്ചിട്ടാണ് നമ്മൾ പറയാം ഓക്കെ ലോറിയൽ മതി, കുറച്ചും കൂടി ബെറ്റർ അതാണെങ്കിൽ അത് പറയാം. പക്ഷെ ഈ ഒരു ഓരോ പ്രൊഡക്റ്റ് എടുക്കുന്നതിനനുസരിച്ച് എമൗണ്ട് കുറച്ച് അങ്ങോട്ട് ഇങ്ങോട്ട് മാറിയിട്ടുണ്ടാവും. അതായത് ഇപ്പൊ നോർമൽ ആയിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിന് അത്ര റേറ്റ് ഉണ്ടാവില്ല. അല്ല, നിങ്ങളൊരു പ്രൊഡക്റ്റിന്റെ പേര് നമ്മൾ എടുത്ത് പറയുന്നത്, ഇപ്പൊ ലോറിയലിന്റെ ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ ലോറിയലിന്റെ ആവുമ്പോൾ കുറച്ച് എമൗണ്ട് കൂടി വരും. ഫസ്റ്റ് അവരെന്താ ചെയ്യുക, നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മളെ ഹെയർ നല്ല രീതിയിൽ വാഷ് ചെയ്യും. വാഷ് ചെയ്തതിനു ശേഷം അത് ഡ്രൈ ആയി കഴിഞ്ഞതിന് ശേഷം അവരെന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഏതാണോ ക്രീം അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ ആ ക്രീം നമ്മളെ ഹെയറിന് അപ്ലൈ ചെയ്യും. ഇപ്പൊ സ്ട്രെയിറ്റനിങ്ങിന്റെ ആണെങ്കിൽ സ്ട്രെയിറ്റനിങ്ങിന്റെ, സ്പാന്റെ ആണെങ്കിൽ കെരാറ്റിന്റെ ആണെങ്കിലും സ്മൂത്തനിങ്ങിന്റെ ആണെങ്കിലും അതിന്റെ ഓരോന്നിനും ഓരോ പ്രൊഡക്റ്റ് വരുന്നുണ്ട്. ആ ഒരു പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്തിട്ട് ചെറിയൊരു മസാജ് തരും. സ്പായൊക്കെ ആകുമ്പോൾ കുറച്ചൊരു മസാജ് കാര്യങ്ങളൊക്കെ തരും, ഭയങ്കരമായിട്ടുള്ള കുറച്ച് ടൈം. ഏകദേശം മാക്സിമം ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ അത് അങ്ങനെ തന്നെ വെച്ച് കഴിഞ്ഞ ശേഷം ഈ ഒരു സ്ട്രെയിറ്റനിങ് ചെയ്യും. അത് കഴിഞ്ഞ് ഇത് വാഷ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് സ്ട്രെയിറ്റൻ ചെയ്യും. അപ്പോഴാണ് നമ്മളെ ഹെയർ മാറി വരുന്നത്. ആ ഒരു ടൈമാണ് നമ്മൾ ആ ഒരു ഉപയോഗിച്ച പ്രൊഡക്റ്റിന്റെയും അതുപോലെ തന്നെ ഹെവി ആയിട്ട് ഹീറ്റ് കൊടുക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു സ്ട്രെയിറ്റനിങ് ആണെങ്കിലും സ്മൂത്തനിങ് ആണെങ്കിലും കെരാറ്റിൻ ആണെങ്കിലും സ്പാ ആണെങ്കിലും മാറുന്നത്. അപ്പൊ ഇതാണ് ആ ഒരു തുടക്കത്തിലുള്ള സ്റ്റേജ് വരുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് സ്ട്രെയിറ്റനിങ് കുറിച്ചിട്ടാണ് പറയുന്നത്. സ്ട്രെയിറ്റനിങ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ പറഞ്ഞ പ്രൊസീജിയർ ഒക്കെ തന്നെയാണ്, ഒരേപോലെ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. ഇതിൽ ഈ ഒരു നമ്മളെ ഹെയർ ഇവിടുന്ന് മുതലേ സ്ട്രെയിറ്റ് ആയിരിക്കും. ഒരു നേരെ ഒരു ഒറ്റ വളവ് പോലും ഇല്ലാതെ ഭയങ്കര കൂടുതൽ ഹീറ്റ് കൊടുത്തിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വെക്കും. ഈ ഒരു രീതിയിൽ അതായത് നൂല് പോലെ കുറച്ചൊരു ഷൈനിങ്ങിൽ നൂല് പോലെ തന്നെ ഇങ്ങനെ ഒരു വടി പോലെ വെച്ച പോലെയാണ് നമ്മൾ സ്ട്രെയിറ്റനിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ ഇതിന്റെ ഒരു വ്യത്യാസം എന്താ വെച്ചാൽ, നമ്മൾ ഈ ഒരു ഹെയർ ഫോളിന്റെ കാര്യം അല്ലെങ്കിൽ ഹെയർ ഗ്രോത്ത് വരുമ്പോൾ ഒരു സ്റ്റേജ് ഇതിൽ പറഞ്ഞുതരാം. നമ്മൾ ഈ ഒരു സ്ട്രെയിറ്റനിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എത്ര കാലം നിൽക്കും എന്നുള്ളതാണ് പിന്നത്തെ നമ്മളെ ഡൗട്ട് വരിക. ഈ ഒരു സ്ട്രെയിറ്റനിങ്ങിലേക്ക് വരുമ്പോൾ എത്ര കാലം നമ്മൾ അത് ചെയ്തിട്ടുണ്ടോ എന്നുള്ളൊരു കണക്കല്ല. നമ്മൾ 1 കൊല്ലത്തേക്ക് 2 കൊല്ലത്തേക്ക് ചെയ്യാൻ പറ്റില്ല. നമുക്ക്
നമുക്ക് പുതിയ മുടി വരുന്നത് നമ്മൾ നോർമൽ ഹെയർ ആയിരിക്കും വരാം. അതായത് നമുക്ക് നമ്മളെ മുടി കേളി അല്ലെങ്കിൽ ഭയങ്കര ചിലപ്പോൾ ഫ്രിസി ആയിട്ടുള്ള മുടിയായിരിക്കും, അതാണ് നമുക്ക് പിന്നെ വരിക. ഭയങ്കര കേളി ആയിട്ടുള്ള ഹെയർ ആണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ട് ചെറുത് കാണാൻ സ്ട്രൈറ്റനിങ്, അതുപോലെ ഇവിടുന്ന് ഇങ്ങനെ കേള. നമ്മൾ പുതിയ മുടി വരുമ്പോൾ എപ്പോഴും ആ രീതിയിൽ പഴയ പോലെ തന്നെ അല്ല സ്ട്രെയിറ്റ് ആയിട്ടല്ല ഒരിക്കലും വരിക. അപ്പൊ നമ്മൾ എന്നാണോ നമ്മൾ പുതിയ മുടി വരാൻ തുടങ്ങുന്നത് അന്ന് മുതൽ നമ്മളെ ഹെയറിന്റെ ആ രീതി അങ്ങ് മാറും. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആ ഒരു ടൈം ആവുമ്പോഴേക്ക് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ പിന്നെയും സ്ട്രേറ്റ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അത് പുതിയത് വളർന്ന് വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക, അല്ലാണ്ട് നമുക്ക് വേറെ ഒരു വഴി ഉണ്ടാവില്ല. അല്ലെങ്കിൽ കട്ട് ചെയ്ത് ഒഴിവാക്കണം. അതാണ് പിന്നത്തെ ഒരു കാര്യം വരുന്നത്. അതുപോലെ തന്നെ അടുത്ത് വരുന്നത് സ്മൂത്തനിങ്. സ്മൂത്തനിങ്ങിന്റെ കാര്യം പറയുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെയിം പ്രൊസീജിയർ തന്നെയാണ്, ഒരു വ്യത്യാസം വരുന്നില്ല. സ്മൂത്തനിങ്ങിൽ വരുമ്പോൾ കുറച്ചും കൂടി ഷൈനി ആയിട്ടും അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സ്ട്രേറ്റനിങ് കൊടുത്തിന്റെ ഹീറ്റിന്റെ ആ പവറിൽ ഇത് കൊടുക്കുന്നില്ല. കുറച്ച് ഹീറ്റ് കൊടുത്ത് കുറച്ച് സ്മൂത്ത് ആയിട്ടും കുറച്ച് വിട്ട് വിട്ട് കിടക്കും. ഭയങ്കര സ്ട്രേറ്റ് ആയിട്ടുള്ള നമ്മളെ ഹെയർ ഉണ്ടാവുക. കുറച്ചൊരു നേരെ ഇങ്ങനെ വലിച്ചു വെച്ച് ഓരോ മുടി ഇങ്ങനെ വലിച്ചു വെച്ചിട്ടുണ്ടാവും, അത്ര ഷൈനിങ് ഉണ്ടാവില്ല. കുറച്ചൊരു തിക്കായിട്ട് ഒരു വോളിയം പോകുന്ന പോലെ തോന്നുന്ന രീതിയിലാണ് ഈ ഒരു സ്മൂത്തനിങ് ചെയ്യാം. കുറച്ചൊരു വിട്ട് വിട്ട് ഹെയർ കിടക്കും. നമ്മൾ സ്ട്രേറ്റ് ഹെയർ കണ്ടില്ലേ, ഭയങ്കര ഒരു നൂല് ഭയങ്കര ഷൈനിങ് പോലെ ആ രീതിയിലല്ല ഉണ്ടാവുക. ഇത് കുറച്ചൊരു കാണുമ്പോൾ നല്ല വൃത്തിയായിരിക്കും, കുറച്ചൊരു മാനേജബിൾ ആയിട്ടായിരിക്കും ഹെയർ ഉണ്ടാവുക. പിന്നെ അത് എത്ര കാലം നിൽക്കുകയാണ്, മാക്സിമം ഇതിന്റെ ഒരു 9 മാസം 8 മാസമൊക്കെ നമ്മൾ സ്മൂത്തനിങ്ങിൻ്റെത് പറയാം. പിന്നെ നമുക്ക് അതിന് വേണ്ട കാര്യങ്ങളുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ എന്ത് ചെയ്താലും അതിന്റെ കണ്ടീഷണർ, ഷാമ്പൂ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം. പിന്നെ അതേപോലെ ഇതിന്റെ കുറച്ച് കാര്യം വെച്ചാൽ ഓയിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ചിലതുണ്ടാവും ഓയിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ മുടി ഒടിച്ച് ഇങ്ങനെ വളച്ച് തിരിച്ച് കെട്ടാൻ പാടില്ല. സ്ട്രൈറ്റനിങ്ങിലും അങ്ങനെ തന്നെയാണ്, മുടി ഒടിച്ച് തിരിച്ച് വളച്ചൊന്നും കെട്ടാൻ കഴിയൂല. അതേപോലെ തന്നെയാണ് നമ്മൾ സ്മൂത്തൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഹാർഡായിട്ട് ക്ലിപ്പ് ചെയ്ത് കൊടുക്കരുത്. അങ്ങനത്തെ കാര്യങ്ങളൊന്നും കുറച്ച് കാലത്തേക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ ഒരു 8 മാസമൊക്കെ വരെ പിന്നെ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. പുതിയ മുടി വരുമ്പോൾ എപ്പോഴും പഴയ പോലെ തന്നെയാണ് വരിക. പിന്നെ ഹെയർ സ്ട്രൈറ്റനിങ്ങും ഹെയർ സ്മൂത്തനിങ്ങും നമ്മളുടെ മെയിൻ ആയിട്ട് ഡിഫറൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹീറ്റിംഗ് ആണ്. അത്ര മാത്രമേ വരുന്നുള്ളൂ. ക്രീം കാര്യങ്ങളൊക്കെ അതിൻ്റെതായ ക്രീം ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ സ്ട്രൈറ്റനിങ്ങിൽ വരുമ്പോൾ നല്ല ചൂടിൽ കൊടുത്തിട്ട് നല്ല വടി പോലെ ആക്കി എടുക്കും. സ്മൂത്തനിങ് ആകുമ്പോൾ ആ ഹീറ്റിന്റെ പവർ ഒത്തിരി നമുക്ക് കുറയ്ക്കും. എന്നിട്ടാണ് നമ്മൾ ഈ ഒരു ഹെയർ സ്ട്രൈറ്റനിങ്ങിലും സ്മൂത്തനിങ്ങിലും ആ ഒരു ചേഞ്ച് നമ്മൾ കാണുന്നത്. അടുത്ത് വരുന്നത് കെരാറ്റിൻ ട്രീറ്റ്മെന്റ് ആണ്. കെരാറ്റിൻ ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതലായിട്ടും എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പരിപാടിയാണ്. കെരാറ്റിനും സ്പായൊക്കെയാണ് കൂടുതലായിട്ട് അങ്ങനെ പോവുക. ഞാൻ കണ്ടത് അങ്ങനെയാണ് കേട്ടോ. കെരാറ്റിൻ ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മളൊരു പ്രോട്ടീൻ ട്രീറ്റ്മെന്റ് ആണ്. അതുപോലെ തന്നെയാണ് സ്പായ വരുന്നത് കേട്ടോ. ഇപ്പൊ ഞാൻ കെരാറ്റിന്റെ പറഞ്ഞത്, കെരാറ്റിൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രോട്ടീൻ ട്രീറ്റ്മെന്റ് തന്നെയാണ്. ഇതെന്ന് വെച്ചാൽ കുറച്ചും കൂടി ഷൈനിങ് ആയിട്ട് സ്മൂത്ത് ആയിട്ട് നിൽക്കാൻ വേണ്ടി ഹെയറിനെ ഹെൽപ്പ് ചെയ്യും. ഹെയറിന്റെ ടെക്സ്ചർ ചേഞ്ച് ചെയ്യല്ല അവിടെ ചെയ്യുന്നത്. കുറച്ചും കൂടി ഒരു പ്രോട്ടീൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മളെ ഹെയറിന് കൊടുക്കുക. വെച്ചാൽ നമ്മളെ നോർമലി നമ്മളെ ഹെയറിൽ മൊത്തത്തിൽ വരുന്ന കെരാറ്റിൻ ഒരു 90% കെരാറ്റിൻ തന്നെയാണ് വരുന്നത്. അപ്പോൾ ചില ഹെയർ ഭയങ്കര ഫ്രിസി ആയിട്ടും ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ കുറച്ച് കുറവ് കൊണ്ടാണ് നമുക്ക് ഇങ്ങനത്തെ ചേഞ്ച് വരുന്നത്. അതായത് ഭയങ്കര ഫ്രിസി ആയിട്ട് പെട്ടെന്ന് തൊട്ടാ പൊട്ടി പോകുന്ന ഒരു അവസ്ഥയിലേക്ക്. അപ്പോൾ കുറച്ചും കൂടി കൂടുതൽ അളവിൽ കെരാറ്റിൻ കൊടുത്തിട്ട് കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് ഹെയറിനെ വെക്കുന്ന ഒരു രീതിയാണ് കെരാറ്റിൻ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ. ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിന്റെ പ്രൊഡക്റ്റ് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ഹെയറിൽ ചെയ്യുന്ന രീതി തന്നെയാണ് കെരാറ്റിൻ ട്രീറ്റ്മെന്റ് വരുന്നത്. ഈ ഒരു കെരാറ്റിൻ ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എത്ര കാലം കിട്ടുന്നുണ്ടെങ്കിൽ ഒരു 4 മാസം മാക്സിമം ഒരു 5 മാസം ഇതിന്റെ ഇടയിലാണ് നമ്മൾ ആ ഒരു കെരാറ്റിൻ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. ചില ആളുകൾ സ്ട്രെയിറ്റൻ ചെയ്തിട്ട് കെരാറ്റിൻ ട്രീറ്റ്മെന്റ് കൂടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്ട്രെയിറ്റ് ചെയ്തതിന്റെ ഒരു എഫക്റ്റും കിട്ടും, കെരാറ്റിന്റെ എഫക്റ്റും കൂടെ കൂടുതൽ കിട്ടും. അപ്പൊ നമുക്ക് കുറച്ചുകൂടി മാനേജബിൾ ആയിട്ടുള്ള ഒരു ഹെയർ കിട്ടും. ആ രീതിയിലാണ് ചില ആളുകൾ ചെയ്യാം. ഇനി സിംഗിൾ ആയിട്ട് കെരാറ്റിൻ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന വെച്ചാൽ ഭയങ്കര ഡ്രൈ ആയിട്ടും ഫ്രിസി ആയിട്ടുള്ള ഹെയറിന് പറ്റിയൊരു പരിപാടിയാണ് ഒരു കെരാറ്റിൻ ട്രീറ്റ്മെന്റ്. അപ്പൊ അടുത്ത് വരുന്നത് നമ്മുടെ സ്പാ ട്രീറ്റ്മെന്റ് ആണ്. സ്പാ ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതേ പ്രൊസീജിയർ തന്നെയാണ്, ഒരു വ്യത്യാസം കാര്യങ്ങളില്ല. ഇതുപോലെ തന്നെ കെരാറ്റിൻ പോലെ തന്നെ ഒരു പ്രോട്ടീൻ ട്രീറ്റ്മെന്റ് ആണ് വരുന്നത്. ഈ ഒരു പ്രോട്ടീൻ ട്രീറ്റ്മെന്റ് വരുമ്പോൾ നമ്മൾ മുടി ഭയങ്കരമായിട്ട് സ്ട്രെയിറ്റ് ആവും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എത്ര ടൈം നിൽക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം വേണമെങ്കിൽ പറയാം ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ, അതിൽ കൂടുതൽ നിൽക്കില്ല. പക്ഷെ ട്രീറ്റ്മെന്റിന്റെ എഫക്ട് അവിടെ ഉണ്ടാവും. പക്ഷെ നമ്മളൊരു സ്ട്രെയിറ്റ് ആക്കിയിട്ടാണ് അവർ ആ ഒരു ഹീറ്റ് കൊടുത്തിട്ട് നമ്മളെ ഹെയർ ഒന്ന് കുറച്ച് സ്ട്രെയിറ്റ് ആയി നമുക്ക് ആ ഒരു കാണുന്ന കുറച്ച് നേരത്തേക്ക് കുറച്ച് സ്ട്രെയിറ്റ് ആയിട്ട് തോന്നും. കുറച്ച് കാറ്റോ കൊണ്ട് കഴിഞ്ഞാൽ നമ്മളെ പഴയ മുടി പറഞ്ഞാൽ ഭയങ്കര കേളായിട്ട് മാറുന്നില്ല. നോർമൽ ആയിട്ടുള്ള നമ്മളൊരു കേളിയുള്ള മുടി കുറച്ച് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കൂലേ, ആ ലെവലിൽ നിൽക്കും. ഒരു 3 hours 4 hours ഒക്കെ അത് അങ്ങനെ തന്നെ ഉണ്ടാവും. നമ്മളത് മുടി ഒടിക്കാതെയും പിടിക്കാതെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ കിട്ടും. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഹെയർ വാഷ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറുതായിട്ട് അതിന്റെ ടെക്സ്ചർ ഒന്ന് മാറും. പക്ഷെ നമുക്ക് ഹെയർ വാഷ് ഒക്കെ ചെയ്യുമ്പോൾ തന്നെ ഒരു നല്ലൊരു ഫീൽ ഉണ്ടാവും ഹെയറിന്. ഭയങ്കര ഡ്രൈ ഫ്രിസി ആയിട്ടുള്ള ഹെയറിന് ഒരു ചേഞ്ച് നമുക്ക് വരും. ഈ ഒരു കാര്യമാണ് സ്പാ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇതിന്റെ 2 വശങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. 2 വശങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതലായിട്ടും ആ ഒരു ഹെയർ ഫോളിന്റെ വശമാണ് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കുക. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഹെയർ സ്ട്രൈറ്റനിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പുതുതായിട്ട് വരുന്ന മുടി നല്ല രീതിയിൽ പൊട്ടാൻ തുടങ്ങും. അതുപോലെ തന്നെ ഉള്ള മുടി ഓൾറെഡി സ്ട്രൈറ്റ് ആയിട്ട് മുടി നമ്മൾ കെയറിങ് കാര്യങ്ങളൊക്കെ വിട്ട്, അതായത് കറക്റ്റ് ക്രീം ഉപയോഗിക്കുക, അതുപോലെ തന്നെ കറക്റ്റ് കണ്ടീഷണർ ഉപയോഗിക്കുക, ഷാമ്പൂ ഉപയോഗിക്കുക, അതിനായിട്ട് ആ ലെവൽ തന്നെ ഉപയോഗിച്ച് പോയാൽ തന്നെ ഉള്ളൂ നമുക്ക് അത് കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ നല്ല രീതിയിൽ ഹെയർ ഫോൾ തുടങ്ങും. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ സ്ട്രൈറ്റനിങ് കഴിഞ്ഞ ഒരു 9 മാസം കഴിയാൻ തുടങ്ങിയപ്പോൾ തന്നെ എൻ്റെ മുടി നല്ല രീതിയിൽ പോകുന്ന തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ മെയിനായിട്ട് ഇതിന്റെ പ്രശ്നം വെച്ചാൽ ഞാൻ ഇതേപോലെ അതിന്റെ കെയറിങ് അത്രയൊന്നും ശ്രദ്ധിച്ചില്ല. അന്ന് ഞാൻ അത്രയൊന്നും എനിക്ക് അറിയില്ലായിരുന്നുള്ളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതിന്റെ ഷാമ്പൂ കണ്ടീഷണർ യൂസ് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ അങ്ങനെ യൂസ് ചെയ്തിട്ടൊന്നുമില്ല. നമുക്ക് ഒരു രസത്തിന് ചെയ്യാന്നുള്ളത് മാത്രം അത്രയും ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. ഇത്രയും ഒരു മേജറായിട്ടുള്ള എനിക്കൊരു പ്രശ്നം വരുന്ന ഞാൻ വിചാരിച്ചാൽ ഭയങ്കര രീതിയിൽ ഹെയർ ഫോൾ വന്ന്, നല്ല രീതിയിൽ ഹെയർ ഫോൾ വന്ന് അതിനുശേഷം ഒരു 1 year കഴിഞ്ഞപ്പോൾ എൻ്റെ മുടി ഒന്ന് നോർമലായിട്ട് വരാൻ തുടങ്ങി. ഞാൻ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഇടയ്ക്ക് പാക്കൊക്കെ ചെയ്താൽ വേഗം ഈ ഒരു മുടി മാറി പൊട്ടാൻ തുടങ്ങിയപ്പോൾ ഞാൻ പാക്ക് ചെയ്തിട്ട് മാറ്റിയെടുത്തതാണ് ഞാൻ ചെയ്തത്.
ഇനി നിങ്ങളിപ്പം സ്മൂത്തനിങ് കാര്യങ്ങളൊക്കെ ചെയ്ത ആളുകളാണെങ്കിൽ ഇതേപോലെ തന്നെ പ്രശ്നം എന്ന് വെച്ചാൽ ഭയങ്കര ഡ്രൈ ആവും മുടി. നമ്മൾ പഴയ മുടി എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ നമ്മൾ എന്ത് കെമിക്കൽ ട്രീറ്റ്മെന്റ് ചെയ്താലും ഹീറ്റിംഗ് ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ പണ്ടത്തെ മുടിനെക്കാട്ടും ഡ്രൈ ആയിട്ടാണ് പിന്നെ വരുന്ന മുടി. അതുപോലെ തന്നെ ഭയങ്കര ഫ്രിസി ആവാൻ തുടങ്ങും, പെട്ടെന്ന് പൊട്ടിപ്പോകും, പിന്നെ ഹെൽത്ത് കുറഞ്ഞ മുടിയൊക്കെയാണ് പൊതുവേ ഉണ്ടാവുന്നത്. അത് ഇതിന്റെ ഒരു പ്രശ്നമാണ്. പിന്നെ ഇതിന്റെ ഒരു നല്ല വശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് നമ്മൾ ചെയ്യുന്ന രീതിയിൽ കുറച്ച് കാലം നല്ല രീതിയിൽ, അതായത് നമ്മളിപ്പോൾ ഒരു 1 ഇയർ ആണെങ്കിലും 1 ഇയർ അല്ലെങ്കിൽ 9 മന്ത്സ് ആണെങ്കിലും 3 മന്ത് ആണെങ്കിലും നമുക്ക് വിചാരിച്ച രീതിയിലൊരു നല്ല ആയിട്ടുള്ളൊരു ഹെയർ കിട്ടും. അത് മാത്രമേ എനിക്കൊരു നല്ല വശമായിട്ട് തോന്നിയത്. അല്ലാതെ നമുക്ക് കിട്ടുന്ന കുറെ റിസൾട്ടും ഭയങ്കര ഫ്ലോപ്പ് ആയിട്ടുള്ള റിസൾട്ടാണ്. അതായത് മുടി പൊട്ടി പോവുക, നമ്മൾ വിചാരിച്ച മുടി ആയിരിക്കും നമുക്ക് വരിക, നമ്മുടെ പണ്ടത്തെ മുടി പോയി എന്ന് തന്നെ വിചാരിക്കാം, പിന്നെ പുതിയത് വരികയാണെങ്കിൽ കുറേ മെനക്കേട് തന്നെ വേണം. അപ്പൊ ഈ ഒരു കാര്യമാണ് ഇതിന്റെ 2 വശങ്ങളിൽ എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ പിന്നുള്ള ഒരു പ്രശ്നമാണ് എന്തുകൊണ്ടാണ് ഈ ഒരു സ്ട്രൈറ്റനിങ്ങും സ്മൂത്തനിങ് കെരാറ്റിൻ സ്പാ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഹെയർ ഫോൾ തുടങ്ങുന്നത് എന്നുള്ളത്. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കുറച്ച് റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എന്ത് ട്രീറ്റ്മെന്റ് ആണ് ചെയ്യുന്നതെങ്കിലും നമ്മുടെ സ്കാൽപ്പിൽ അത് തൊടും. എന്തായാലും ആ ഒരു മസാജ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ ഒരു ട്രീറ്റ്മെന്റിൽ എന്താണ് ക്രീം ഉപയോഗിക്കുന്നത് വെച്ചാൽ അത് നമ്മുടെ സ്കാൽപ്പിലോ അത് നമ്മളെ റൂട്ടിലേക്ക് ഇറങ്ങും. അപ്പൊ നമ്മുടെ മുടിന്റെ ആ ഒരു ഭാഗം തന്നെ ഡാമേജ് ആക്കും. അപ്പൊ അത് അവിടെ അതിനുള്ളിലേക്ക് ഇങ്ങനെ ആ പോൾസിനുള്ളിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്ന മുടി എപ്പോഴും കൊഴിയാനുള്ള ഒരു ടെൻഡൻസി മാത്രമേ കാണിക്കുള്ളൂ. അല്ലാതെ പുതിയത് വളരണം, നമുക്ക് വെച്ചാൽ ഒരു ട്രീറ്റ്മെന്റ് ഭാഗമായിട്ടുള്ള ഒരു ക്രീം അപ്ലൈ ചെയ്യുന്നത്, അല്ലാണ്ട് മുടി വളരാനുള്ള ക്രീം അല്ല നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, മനസ്സിലാക്കുക. അപ്പൊ ആ ഒരു കെമിക്കൽ നമ്മുടെ റൂട്ടിലേക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വരുന്ന മുടിയൊക്കെ ഇതേപോലെ പൊഴിഞ്ഞൊരവസ്ഥയിൽ വരും. പിന്നുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓയിൽ അപ്ലൈ ചെയ്യാൻ പറ്റൂല. അതുപോലെ തന്നെ നമ്മൾ വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് ഓയിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല, എപ്പോഴെങ്കിലൊക്കെ ഓയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. സ്ട്രൈറ്റനിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറെ കാലം കഴിഞ്ഞിട്ട് നമുക്ക് ഓയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, അത് വേറെ കാര്യമാണ്. അപ്പൊ ഇതുവരെ ഓയിൽ ഉപയോഗിച്ച ഒരാൾ പെട്ടെന്ന് ഓയിൽ ഉപയോഗിക്കാണ്ടാവുമ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ മുടി കുറച്ചും കൂടി വീക്ക് ആവാൻ തുടങ്ങും. അപ്പൊ അതുകൊണ്ട് തന്നെ ആ രീതിയിൽ നമുക്ക് ഹെയർ ഫോൾ, അതായത് നമ്മൾ ഇതുവരെ ശീലിച്ച ഒരു രീതിയിൽ നമ്മുടെ മുടിനെ മാറ്റിയെടുക്കുകയാണ്. അപ്പൊ അതിന്റെ ചേഞ്ച് സ്കാൽപ്പിലും അതുപോലെ തന്നെ ഈ ഒരു ഓയിലിന്റെ കാര്യത്തിലും ഉപയോഗിക്കാത്ത കാര്യത്തിലും നമുക്ക് ഈ ഒരു പ്രശ്നം വരും. പിന്നത്തെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഹെയർ വാഷ് കഴിഞ്ഞ് നമുക്ക് ചിലപ്പം ആഴ്ചയിൽ 2 പ്രാവശ്യം അങ്ങനെയൊക്കെ ഹെയർ വാഷ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആ രീതി നമുക്ക് മുടിക്ക് ചേഞ്ച് വരുന്നതിനെ കൊണ്ട് തന്നെ നല്ല രീതിയിൽ ഹെയർ ഫോൾ വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കാൽപ്പിൽ നോർമലായിട്ട് നമുക്ക് കുറച്ച് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്ക് ഇതിന് വേണ്ട ഷാമ്പൂ കണ്ടീഷണർ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവും. നമ്മൾ സ്ട്രൈറ്റനിങ് ചെയ്തതിന്റെ എന്താണോ ഉപയോഗിക്കേണ്ടത് അവർ പറഞ്ഞാൽ നമ്മൾ അതേക്ക് ഉപയോഗിക്കുന്നുണ്ടാവും. ആ ഒരു ബ്രാൻഡിന്റേക്കും ഇപ്പൊ ലോറിയലിന്റെ ആണെങ്കിൽ ലോറിയലിന്റെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവും, ഇനി വേറെ ഏതെങ്കിലും ബ്രാൻഡ് ആണെങ്കിൽ അതേക്ക് ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പം അത്രയും ഓയിൽ ഒന്നും നമ്മളെ സ്കാൽപ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അത്യാവശ്യത്തിനേക്കുള്ള കുറച്ച് ഓയിൽ മാത്രമേ ഉള്ളൂ നമ്മളെ ഒരു ഹെയറിൽ മൊത്തത്തിൽ സ്കാൽപ്പ് ഉണ്ടാക്കി എടുക്കുന്നുണ്ടാവുക. അതിനിടയ്ക്കൂടെ ഇത്രയും ഹാഷ് ആയിട്ടുള്ള ഈ കെമിക്കൽ ആയിട്ടുള്ള ഷാമ്പൂ കണ്ടീഷണർ കൂടെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ നമ്മുടെ മുടി മൊത്തത്തിൽ ഡാമേജ് ആവും. അപ്പൊ നമുക്ക് നല്ല രീതിയിൽ ഹെയർ ഫോൾ വരും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഹെയറിൽ ചേഞ്ച് വരുമ്പോൾ നമുക്ക് നോർമൽ ആയിട്ട് വരുന്ന ഒരു ഹെയർ ഫോൾ തന്നെയാണ് അത്. ഇനിയുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് നമ്മളെ പഴയ ഹെയറിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റുക എന്നുള്ളത്. ഇങ്ങനത്തെ ഒരു കാര്യം വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു മാസം പറയില്ല, ഒരു 2 മാസം 3 മാസം എന്നൊക്കെ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും. ഈ ഒരു മാസം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഇത്രയും പൈസ കൂടി ചെയ്തതല്ല, അപ്പൊ നിങ്ങളൊരു ഇഷ്ടത്തിന് കൊണ്ട് ചെയ്താൽ അത് അങ്ങനെ തന്നെ പോട്ടെ. പക്ഷെ അത് കഴിഞ്ഞ് നമുക്ക് ഒരു പുതിയ ഹെയർ വന്ന് തുറന്ന ഏരിയയാണ്. നമുക്ക് ഈ ഒരു ബാക്ക് ഭാഗത്ത് നിന്ന് കാണാം, നമ്മുടെ ചുരുണ്ട മുടിയൊക്കെ ആണെങ്കിൽ അങ്ങനെ വരും. എനിക്ക് അങ്ങനെ ഇരുന്ന് ബാക്കിൽ മുടി ഇങ്ങനെ വരാൻ തുടങ്ങി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് ക്വാണ്ടിറ്റി, ചെറിയ ഭയങ്കര ഹെവി ആയിട്ട് കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഭയങ്കരമായിട്ട് കുളിപ്പിച്ചെടുക്കരുത് എന്നല്ല പറഞ്ഞത്, കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഓയിൽ അപ്ലൈ ചെയ്ത് ചെറുതായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഗ്രാജുവലി കൂട്ടിയെടുത്ത് കൊണ്ടുവരാനേ കഴിയുള്ളൂ, അല്ലെങ്കിൽ നല്ല രീതിയിൽ മുടി ഒഴിച്ചു വരും. അപ്പോൾ കുറച്ച് രീതിയിൽ അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ബാക്ക് കാര്യങ്ങളൊക്കെ ഈ ഒരു ടൈം കഴിഞ്ഞിട്ട് ഒരു 3 മാസം അവർ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ പറഞ്ഞാൽ ഒരു മാസം കഴിഞ്ഞിട്ട് ചെറിയ നമ്മൾ പുതിയ മുടി ഉണ്ടായി വരുന്ന ടൈമിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് ഈ ഒരു ബാക്ക് ഭയങ്കര ഹെവി ആയിട്ടുള്ള ബാക്ക് കൊടുക്കുക, ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ബാക്ക് കൊടുക്കുക. അതുപോലെ തന്നെ എന്താ പറയുക, വെയിറ്റിന്റെ ബാക്ക് എന്ന് വെച്ചാൽ നമ്മുടെ മുടി ഓൾറെഡി സ്ട്രൈറ്റനിങ് ചെയ്താണ്. അപ്പോൾ മുടിക്ക് അവിടെ പിടിച്ച് നിൽക്കാനുള്ള ഒരു ചാൻസ് ഉണ്ടാവില്ല, അതുകൊണ്ട് പൊഴിഞ്ഞു പോലും. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ബാക്ക് കാര്യങ്ങൾ ഉപയോഗിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിത് വന്നു കഴിഞ്ഞ് പഴയ രീതിയിലേക്ക് നമ്മുടെ മുടിനെ മാറ്റിയെടുക്കാൻ പറ്റിയ ഒരു കാര്യം. അതായത് കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്തിട്ട് മാറ്റി നമ്മുടെ പഴയ ഹെയറിലേക്ക് അങ്ങനെ ആക്കി എടുക്കുക എന്നുള്ളത്. അത് നിങ്ങൾക്ക് ഇനിയും അതേപോലെ തന്നെ ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയിട്ട് കറക്റ്റ് ആയിട്ട് പിന്നെ സ്ട്രൈറ്റനിങ് കാര്യങ്ങളൊക്കെ ചെയ്താൽ, താല്പര്യമില്ലാത്തവർ ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്രയും ഹെയർ ഫോൾ കാര്യങ്ങളൊക്കെ കുറഞ്ഞു കിട്ടും. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഞാൻ സ്ട്രൈറ്റനിങ് ചെയ്തിട്ടുണ്ട്, സ്പായും ചെയ്തിട്ടുണ്ട്. ഈ സ്മൂത്തനിങ് കെരാറ്റിനാണ് ഞാൻ ചെയ്യാത്തത്. സ്ട്രൈറ്റനിങ് ചെയ്തപ്പോൾ എൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ആരോടും അത് റെക്കമെൻഡ് ചെയ്യില്ല. സ്ട്രൈറ്റനിങ് ചെയ്യാൻ ഞാൻ ആര് പറഞ്ഞിട്ടുണ്ടെങ്കിലും ചെയ്യരുത് എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പണ്ടത്തെ ഹെയർ പിന്നെ നമുക്ക് കിട്ടൂല, അത് പോയി, അത് കഴിഞ്ഞ്. അങ്ങനത്തെ ഒരു ഹെയർ നമുക്ക് ഫോട്ടോയിൽ കാണാം, അല്ലെങ്കിൽ ആ ഒരു ഓർമ്മയിൽ നിൽക്കുക എന്നല്ലാണ്ട് നമുക്ക് ആ ഹെയർ പിന്നെ കിട്ടൂല. പിന്നെ കിട്ടണം എന്നുണ്ടെങ്കിൽ കുറേ പാട് പെടണം. അതെന്ന് പറഞ്ഞാൽ അത്രയും പാട് പെടാൻ നമുക്ക് ആർക്കും താങ്ങൂല. അത്രയും മെനക്കെട്ട് നമ്മൾ ട്രൈ ചെയ്തെടുക്കണം. അവിടെ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് തന്നെ മതിയോ, ആ ലെവലിലേക്ക് എത്തും. അപ്പോൾ നിങ്ങൾ സ്ട്രൈറ്റനിങ് ചെയ്യുമ്പോൾ കറക്റ്റ് കാര്യങ്ങൾ ആലോചിക്കുക, നിങ്ങളുടെ മുടി തന്നെ പോരേ എന്നുള്ളത് ചിന്തിക്കുക. ഇനി ഇഷ്ടം താല്പര്യം ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തായാലും ചെയ്ത് നോക്കാം. അപ്പോഴല്ലേ നമുക്ക് ഒന്നും അതിൻ്റെ ഇത് മനസ്സിലായാലല്ലേ അത് ചെയ്യേണ്ടതെന്നൊക്കെ തോന്നും. അപ്പോൾ കുറച്ചും കൂടി ഞാൻ പറയുമ്പോൾ സ്ട്രൈറ്റനിങ് ചെയ്യേണ്ട, താല്പര്യമുള്ളത് ചെയ്യുക. അവർക്ക് ഓരോരുത്തർ ഇഷ്ടത്തോടെ ചെയ്യുന്നതായിരിക്കും, അവർക്ക് നിങ്ങൾക്ക് അതുപോലെ ചെയ്യാനും കുഴപ്പമില്ല കേട്ടോ. ഞാൻ ഈ പറഞ്ഞിട്ട് എന്താ ഇങ്ങനെ പറഞ്ഞതെന്ന് വിചാരിക്കുന്നത് എൻ്റെ ഒരു പേഴ്സണൽ കാര്യമാണ്. മുടിയെ കുറച്ച് സ്നേഹിച്ചിട്ട് കൊണ്ടുനടക്കാൻ താല്പര്യമുള്ള ആളുകൾ സ്ട്രൈറ്റനിങ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. നമുക്ക് പിന്നെ നമ്മുടെ പഴയ ഹെയർ കിട്ടില്ല, അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. അപ്പോൾ പിന്നെ ഈ സ്ട്രൈറ്റനിങ് ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള കറക്റ്റ് കാര്യങ്ങൾ ഉപയോഗിച്ചില്ലെങ്കിൽ നമുക്ക് ഒരു റിസൾട്ട് കിട്ടില്ല. ഒരു 6 മാസം 7 മാസത്തിൽ കൂടുതൽ അത് പോകില്ല. കറക്റ്റായിട്ട് പോയിട്ട് കഴിഞ്ഞാൽ 1 ഇയർ ഒക്കെ കിട്ടും. എന്നിട്ട് പിന്നെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യുക, സ്ട്രൈറ്റനിങ് ചെയ്യാം കേട്ടോ.
അപ്പോൾ പിന്നെയുള്ള കാര്യം എന്ന് വെച്ചാൽ സ്പാ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നോർമലായിട്ട് നല്ല രീതിയിൽ മുടി കൊഴിയുന്ന ആൾ, അതായത് ഈ ഒരു ഹെയറിലാണ് ഞാൻ ചെയ്യുന്നതെങ്കിൽ നല്ല മുടി കൊഴിച്ചിലുള്ള ആളുകളാണ് മുടി കൊഴിച്ചിൽ ഭയങ്കരമായിട്ട് സ്റ്റോപ്പ് ആവും. അത് എനിക്ക് വന്ന റിസൾട്ടാണ് കേട്ടോ. നല്ല രീതിയിൽ സ്റ്റോപ്പ് ആയിട്ടുണ്ട്. പിന്നെ എന്ന് വെച്ചാൽ നമ്മുടെ മുടി കുറച്ചും കൂടി ഒരു ഫ്ലെക്സിബിൾ ആവുക, ഭയങ്കര ഡ്രൈനെസ് ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. അതൊരു ട്രീറ്റ്മെന്റ് തന്നെയാണല്ലോ. എനിക്ക് അങ്ങനെ മുടി കൊഴിച്ചിലൊന്നും വന്നിട്ടില്ല. ആ ടൈമിൽ കുറച്ച് മുടി കൊഴിച്ചിൽ ഉണ്ടായിരുന്നു മുന്നേ. പക്ഷേ ഈ സ്പാ ട്രീറ്റ്മെന്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് മുടി കൊഴിച്ചിൽ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ കുറച്ചും കൂടി ഒന്ന് എന്താ പറയുക മാനേജബിൾ ആയിട്ട് ഹെയർ നിൽക്കാൻ തുടങ്ങി എനിക്ക് അതിന് ശേഷമാണ്. അപ്പോൾ സ്പാ ചെയ്യേണ്ടവർക്ക് ഞാൻ ആരും തടയൊന്നുമില്ല, നിങ്ങൾക്കൊന്ന് ചെയ്ത് നോക്കാവുന്നത് തന്നെയാണ്. എല്ലാം ഒരു ട്രീറ്റ്മെന്റ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. ചിലപ്പോൾ എൻ്റെ ഹെയറിൽ പോലെ ഇരിക്കില്ല നിങ്ങളെ ഹെയറിൽ അത് ഉണ്ടാവുക. ബട്ട് കുറച്ചും കൂടി സേഫ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് സ്പാ ആണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. ഞാൻ രണ്ട് ചെയ്തതിൽ വെച്ചിട്ടുള്ള ഡിഫറൻസ് പറയുകയാണെങ്കിൽ അതാണ് നല്ലത്. അപ്പം ഇത്രയും കാര്യം നിങ്ങൾക്ക് എൻ്റെ ഒരു അറിവ് വെച്ചിട്ടും അതുപോലെ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞത്. അപ്പോൾ ഇത്രയും കാര്യം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയതായിരുന്നു. നിങ്ങൾ ചെയ്യാൻ പോകുന്ന ആളുകളാണ് ഇതൊന്ന് കേട്ടിട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയതായിരുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത്. ബൈ.